ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് UP ആണല്ലോ ഹൈസ്കൂളാണല്ലോ ആ സമയത്ത്, കോളേജിലേക്ക് കിടക്കുന്ന ആ സമയത്ത് പോലുമൊക്കെ, അതായത് 60കളിലും 70കളിലും ഒക്കെ ആയിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ, എപ്പോഴും പുതിയ പുതിയ ഐഡിയാസ്, ഇതൊക്കെ ആഗ്രഹിച്ച് കിട്ടാനായിട്ട് ഇങ്ങനെ കൊതിച്ച് നടക്കുന്നൊരു കാലത്ത് അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും ജനയുഗം വാരികയിലുമൊക്കെ വന്നിരുന്ന കുറച്ച് ലേഖനങ്ങളുണ്ടായിരുന്നു. അത് പ്രൊഫസർ എബ്രഹാം കോവൂർ, AT കോവൂർ എന്ന് പറയുന്ന ആളുടെ ലേഖനങ്ങളാണ്. അദ്ദേഹം ശ്രീലങ്കയിലെ ഒരു മലയാളിയായിരുന്നു. ബേസിക്കലി അദ്ദേഹത്തിൻ്റെ അച്ഛനും കുടുംബമൊക്കെ ഇവിടെയാണ്, കേരളത്തിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പുള്ളി മദ്രാസിൽ, ഇവിടെ സിലോണിൽ പോയിട്ട് അവിടെ സെറ്റിൽ ചെയ്തു. സിംഹളരുടെ കൂട്ടത്തിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഈ ഇതിനു വേണ്ടിയിട്ട്, യുക്തിവാദ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും മനഃശാസ്ത്രത്തിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് സമയം ചെലവഴിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന, ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒത്തിരി അന്ധവിശ്വാസങ്ങളും ആഭിചാരക്രിയകളും, കൂടോത്രം, മന്ത്രവാദം, പ്രേതബാധ, പിശാചുബാധ, ചാത്തനേറ്, ഇങ്ങനെയൊക്കെ വന്നിട്ട് സാധാരണ ജനങ്ങൾ പെട്ടെന്ന് വീണു പോകുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ കെടുതികൾ എന്ന് പറഞ്ഞിട്ട് അനുഭവിക്കേണ്ടി വരുന്നതും, സത്യത്തിൽ ഇത് അങ്ങനത്തെ സംഭവങ്ങളില്ല, അത് മനുഷ്യൻ്റെ തന്നെ ചില വികൃതമായിട്ടുള്ള ചില സൃഷ്ടികളാണ് ഈ വക സംഭവങ്ങൾ എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അതിന് വളരെ, ഈ AT കോവൂർ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ് ഈ പ്രൊഫസർ AT കോവൂർ എന്ന് പറയുന്നത്. വളരെ രസകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അനുഭവക്കുറിപ്പുകൾ, ഡയറി കുറിപ്പുകൾ, ഈ കഥകൾ, അനുഭവ വിവരണങ്ങൾ, ഇതൊക്കെ വായിക്കാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ആ വാരികകളുടെ പേരും പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രേമലേഖനം എഴുതുന്നതും ചാത്തനേറും ഇങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായിട്ടുള്ള കഥകളായിരുന്നു. ഇത് ജോസഫ് എഡമർഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എൻ്റെ ശിഷ്യനെ പോലെ വരുന്ന ഒരാളാണ് എഡമർഗ് എന്ന് പറയുന്നത്. അദ്ദേഹം AT കോവൂറിൻ്റെ പല രചനകളും ലേഖനങ്ങളും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് വായിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃഭൂമിയിൽ തന്നെ വന്ന, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു അനുഭവകഥയെ അടിസ്ഥാനമാക്കിയിട്ട് മഞ്ഞുലാസ് 1972 ഒരു സിനിമ എടുത്തു. അതിൻ്റെ പേര് പുനർജന്മം എന്നാണ്. ഈ പുനർജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് അതേ വ്യക്തി വേറൊരു ഇതിലായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നൊരു അർത്ഥത്തിലല്ല ഇവിടെ പുനർജന്മം എന്ന് ശരിക്കും ആ വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇവിടുത്തെ ആ ഒരു അർത്ഥം, പുനർജന്മം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയുള്ളൊരു രണ്ടാമത്തെ റീബർത്ത് അല്ല. ഒരാൾ ജീവിച്ചിരിക്കെ തന്നെ ഇയാളുടെ സ്വഭാവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ആ കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന സ്വഭാവം തന്നെ വിദഗ്ധ ചികിത്സ കൊണ്ട് ഒന്ന് ഇതാക്കിയെടുത്ത് പരുവപ്പെടുത്തിയെടുത്തിട്ട് അയാൾ മറ്റൊരു മനുഷ്യനായിട്ട്, അതേ ജീവിതത്തിൽ തന്നെ മറ്റൊരു മനുഷ്യനായിട്ട് മാറുന്നതാണ് ഈ ഇവിടുത്തെ പുനർജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഥാനായകൻ ഒരു ചെറുപ്പത്തിൽ തന്നെ അമ്മയൊക്കെ മരിച്ചുപോയ ഒരു കോളേജ് ലെക്ചറാണ്, മലയാളം ലെക്ചറാണ് അരവിന്ദൻ. നസീറാണ് അത് ചെയ്യുന്നത്. നസീർ സ്ഥലം മാറി ഒരു കോളേജിൽ വരുന്നു. അവിടെ ഇതൊരു ഫംഗ്ഷനിൽ ജയഭാരതിയെ കാണുന്നു. ജയഭാരതി ഒരു പാട്ട് പാടുന്നത്, വെളിച്ചമസ്തമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. നല്ല മാതിരി പാടിക്കുന്ന നല്ല രസമുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് പാടുന്നത് കേട്ട് നസീർ അന്തം വിട്ട് നോക്കി. ഈ പെണ്ണിനെ ഇവിടെ ഏതോ ഒരു മുജ്ജന്മ ബന്ധമുള്ളതുപോലെ ഈ പെണ്ണിനെ ജയഭാരതിയെ നോക്കിയിരിക്കും. അങ്ങനെ ഇതിനോട് പ്രത്യേക താല്പര്യമാണ്, എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ മലയാളത്തിന് കുറച്ച് വീക്കായതുകൊണ്ട് മലയാളത്തിന് ട്യൂഷൻ എടുക്കാൻ തുടങ്ങും. ഈ ട്യൂഷൻ എടുക്കുന്നത് മറ്റ് സഹപാഠികൾ കണ്ടിട്ട് കളിയാക്കുക, മലയാളത്തിന് കോളേജിൽ വെച്ച് സ്പെഷ്യൽ ട്യൂഷൻ എടുക്കുക, ഇത് പിന്നെ വീട്ടിലേക്കാക്കുക ട്യൂഷൻ. അങ്ങനെ വന്നിട്ട് ഈ കൂട്ടുകാരുടെ കളിയാക്കലും എല്ലാം കൂടെ വന്നിട്ട് നസീർ നേരിട്ട് ഇവിടെ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് ഇവളുടെ വീട്ടിൽ, അടൂർ ഭാസിയാണ് അച്ഛൻ, അങ്ങനെ അടൂർ ഭാസിൻ്റെ അടുക്കൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഇയാൾ നോക്കുമ്പോൾ സുന്ദരനാണ്, നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, അങ്ങനെ ഒരു സമ്മതം മൂളിയിട്ട് കല്യാണത്തിന് തയ്യാറാവുകയാണ്. അങ്ങനെ കല്യാണം കഴിപ്പിക്കും. കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ കൊനസ്റ്റ് മനസ്സിലാകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇയാൾക്ക് ഈ പെണ്ണിനെ ജീവനാണ്, ഉണ്ണാനും ഉറങ്ങാനും ഇതിനെല്ലാം ഈ ഭാര്യ ജയഭാരതി കൂടെ വേണം. പക്ഷേ ഇവർ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധമില്ല. അത് എന്താണെന്നുള്ളത് പിടികിട്ടുന്നില്ല. ഇവൾക്കിത് പുറത്ത് പറയാൻ, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ വീട്ടിൽ ആരോടും പറയാൻ പോലും നിർവാഹമില്ല ജയഭാരതിക്ക്. അവളിതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നതും. അങ്ങനെ ഒരു ജ്യോതിഷൻ്റെ സഹായം തേടും, ജ്യോതിഷൻ ഒരു മന്ത്രവാദിയുടെ സഹായം തേടും. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇവരുടെ ജീവിതത്തിൽ ജ്യോതിഷൻ, മന്ത്രവാദി ഇങ്ങനെയുള്ളവരൊക്കെ ഇടപെടുന്ന പ്രാകൃതമായ ചികിത്സകൾ, ഇതൊക്കെ വന്നിട്ട് ഇതൊന്നും ഇഫക്റ്റീവ് ആകാതെ വന്നു കഴിയുമ്പോൾ ജയഭാരതി ഒരു സൈക്കിയാട്രിസ്റ്റിൻ്റെ സഹായം തേടുവാണ്. ഈ സൈക്കിയാട്രിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് AT കോവൂർ തന്നെയാണ്.
അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയോട് കൂടിയിട്ട് ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. മനഃശാസ്ത്രം എന്താണെന്നും ഈ അന്ധവിശ്വാസങ്ങൾ എന്താണെന്നും അത് സമൂഹത്തിൽ നിൽപ്പുണ്ടെന്നും അതിനെതിരായിട്ട് എങ്ങനെ നമ്മൾ പെരുമാറണം അല്ലെങ്കിൽ പടവരുതണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞൊരു പ്രസ്താവനയോട് കൂടിയിട്ടൊക്കെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ വന്ന സ്വഭാവവും അത് തന്നിൽ യാതൊരു താല്പര്യവുമില്ല, ഭാര്യയോട് യാതൊരു താല്പര്യമില്ല. അതേസമയത്ത് ഇയാൾ രാത്രിയിൽ അയാളുടെ വേലക്കാരിയെ റേപ്പ് ചെയ്യാൻ പോകുന്നതായിട്ടും ഈ ഭാര്യ ജയഭാരതി കാണുന്നുണ്ട്. അതോടുകൂടിയാണ് ഇവർ തകർന്നു പോകുന്നത്. ഇവർ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇത് ആരോടും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഈ മനഃശാസ്ത്രജ്ഞൻ്റെ സഹായം തേടി മനഃശാസ്ത്രജ്ഞൻ ഇത് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ കോളേജ് പ്രൊഫസർ അരവിന്ദൻ നസീർ സ്വന്തം അമ്മയെ തന്നെയാണ് ഭാര്യയിൽ കാണുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെ ആ ബോധം അപ്പോൾ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ആ ബോധം എങ്ങനെ അമ്മ എന്ന് പറഞ്ഞ ചിന്താഗതി മാറ്റിയിട്ട് അവിടെ ഭാര്യ എന്ന് പറയുന്ന ഇതിനെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ആ ചികിത്സ നടത്തിയിട്ടാണ് ഇയാൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്, അവരുടെ ലൈഫ്. അപ്പോൾ ഇവർക്കൊരു കുട്ടി ഉണ്ടാകാനായിട്ടൊക്കെ ആഗ്രഹിച്ച് കഴിയുന്ന മുത്തച്ഛൻ, ജയഭാരതിയുടെ അച്ഛൻ അടൂർ ഭാസി, അവിടുത്തെ വേലക്കാരനായിട്ടുള്ള ബഹദൂറുണ്ട്, ഇവരെല്ലാം കാത്തിരിക്കുകയാണ്. ഇതൊന്നും ഫലവത്താകുന്നില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചികിത്സ ഇത് കഴിയുന്നതോട് കൂടിയിട്ട് ഇവരുടെ ബന്ധം സുഗമമായിട്ട് വരികയും അവർക്കൊരു കുട്ടി ഉണ്ടാകുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇതിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഒരു പേജിൽ പോലും പറയാനില്ലാത്തൊരു കഥ. ഈ കഥ സിനിമയാക്കാൻ തീരുമാനിച്ചിട്ട്, അപ്പോൾ സിനിമയാക്കുമ്പം സിനിമയ്ക്ക് അന്ന് മലയാള സിനിമയ്ക്ക് ഒരു നിശ്ചിത ഫോർമാറ്റ് ഉണ്ടല്ലോ, ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് അല്ല 2.25 മണിക്കൂറെങ്കിലും ഒരു സിനിമയുടെ ലെങ്ത് വേണം. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഇതെങ്ങനെയാണ് വലിച്ചു നീട്ടുന്നത്? അപ്പോൾ ഇത് വലിച്ചു നീട്ടാൻ വേണ്ടി തന്നെ ഇയാളെ നായകനെ ഒരു കോളേജ് ലെക്ചറാക്കി, പുള്ളി സാഹിത്യകാരനും കവിയുമൊക്കെ ആക്കി, പുള്ളി പാട്ടിടയ്ക്ക് എഴുതുന്നതായിട്ട്. അപ്പോൾ പാട്ടുകളുടെ എണ്ണം കൂട്ടാമല്ലോ, അങ്ങനെ പാട്ടുകളുടെ എണ്ണമൊക്കെ കൂട്ടി സ്വപ്നം കാണുന്നതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ പാട്ട് സീനുകളും ഒക്കെ ചേർത്തിട്ടാണ്. നല്ല പാട്ടുകളുണ്ട്. അത് മലയാള പ്രേക്ഷകരെ സംബന്ധിച്ച്, ശ്രോതാക്കളെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമായി നല്ല പാട്ടുകളാണ്. കാമിനി കാമിനി കാവ്യമോഹിനി കാളിദാസൻ്റെ മാനസനന്ദിനി, ആ പാട്ട്. അതുപോലെ പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി, അങ്ങനൊരു പാട്ട്. പിന്നെ കാമശാസ്ത്രമെഴുതിയ മുനിയുടെ കനകതൂലിക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പിന്നെ ജയഭാരതി പാടുന്നതായിട്ട്, സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രൻ്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ, സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ. നല്ലൊരു പാട്ടാണത്. പിന്നെ മദന പഞ്ചമി, മാധുരി പാടുന്ന അങ്ങനൊരു പാട്ടുണ്ട്. ഇത് കൂടാണ്ട് ഈ കുഞ്ഞായിരിക്കുന്ന കുട്ടിയെ വളർത്തുന്നതായിട്ടുള്ള ഒരു പാട്ട് ഉണ്ണിക്കൈ പീലിയിലെയാണ് പാടിയത്. ഉണ്ണിക്കൈ വളരെ വളരെ വളരെ, ഉണ്ണിക്കാൽ വളരെ വളരെ വളരെ. നല്ലൊരു പാട്ടുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാടുന്നൊരു പാട്ട്. ഇത് കൂടാണ്ട് അവിടെയാണ് ഞാൻ ഈ മുമ്പേ പറഞ്ഞ സിനിമയുടെ ലെങ്ത് നോക്കുന്നത്. ഈ പടത്തിൻ്റെ കഥ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ച കഥ തീർന്നു. ഇയാളുടെ ഈ ഭാര്യയോടുള്ള സമീപനം, അമ്മയോടെന്നുള്ള മട്ടിലുള്ള അതെല്ലാം മാറ്റി പരിഹരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഇവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടിയെ വളർത്തുന്നതായിട്ട് മുത്തച്ഛനൊക്കെ സംതൃപ്തി കിട്ടി, മുത്തച്ഛനും വേലക്കാരനൊക്കെ സംതൃപ്തി കിട്ടി. ഈ കുട്ടിയെ വളർത്തുന്നു എന്ന് പറയാൻ വേണ്ടി ഒരു ഫുൾ ലെങ്ത് പാട്ട് വെച്ചിരിക്കുക. കാക്കയും കാക്കയുടെ കുഞ്ഞും എന്ന് പറഞ്ഞിട്ട് സിയോൻ്റെ പാടിയൊരു പാട്ട് ചുമ്മാ ഒരു പാർക്കിൻ്റെ അകത്തൂടെ അടൂർ ഭാസി കുഞ്ഞിനെ ഒരു ചെറിയ ഇതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കുന്ന ഇതിൻ്റെ അകത്ത് വെച്ച് അടൂർ ഭാസിയും ബഹദൂറുമായിട്ട് ഈ കുഞ്ഞിനെ വെച്ച് ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുന്നതായിട്ട്, ഇതിൻ്റെ ഇടയ്ക്കൂടെ ജയഭാരതിയും നസീറും കൂടെ നടക്കുന്നതായിട്ടും, അതൊക്കെ സ്ക്രിപ്റ്റിൽ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവിടുത്തെയൊക്കെ ശരിക്കൊരു പാളിച്ച തന്നെയാണത്. പക്ഷേ ഈ പാട്ടുകളുടെ കാര്യത്തിലും ഇതിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇറോട്ടിക്
സൈക്കിക് ത്രില്ലർ എന്ന് പറഞ്ഞൊരു പേര് കിട്ടി. ഇതിന് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഈ പടത്തിന് വന്നിരുന്നത്. ഒരു കാര്യത്തിൽ സമാധാനിക്കാം, വൾഗാരിറ്റിയിലേക്ക് പോകാൻ സാധ്യതയുള്ള, അശ്ലീലത്തിലേക്കൊക്കെ കടന്നു പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു തീം വളരെ കെയർഫുള്ളായിട്ട് സേതുമാധവൻ സാറ് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ആ വൾഗാരിറ്റി എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട്, കാര്യം എ സർട്ടിഫിക്കറ്റ് ആയിരുന്നെങ്കിലും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് എടുത്തു വെച്ചൊരു പടമായിരുന്നു ഈ പുനർജന്മം എന്ന് പറയുന്നത്. നല്ല സാമ്പത്തിക വിജയവും നേടിയൊരു പടമായിരുന്നു പുനർജന്മം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലുണ്ട്, താല്പര്യമുള്ളവർ കണ്ടുപോകാം. രസകരമായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ പാട്ടുകളും ഇതൊക്കെ ആയിട്ട് വരുന്ന വളരെ രസകരമായിട്ടുള്ളൊരു ഫിലിമായിരുന്നു ഈ പുനർജന്മം എന്ന് പറയുന്നത്.